ആന്തരിക നമസ്കാരം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. തുരുതുരാന്ന് ഒരു ദിവസം ഗ്യാപ്പിൽ യൂണിവേഴ്സിറ്റി എക്സാം നടത്തി സഹായിക്കുന്നുണ്ട്. വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. അല്ല, അതാണ് സത്യം. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ 10K മൈൽ സ്റ്റോൺ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ തന്ന സ്നേഹവും ആദരവൊക്കെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സമയം ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന സ്നേഹമൊന്നും ഒന്നുമല്ല. ആക്ച്വലി ആനി മോനെ സ്നേഹിക്കുന്ന പോലെ തന്നെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മഹാമനുഷ്യൻ്റെ കഥയ്ക്കാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പടം പേര് സൺ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് നമ്മുടെ അംബരീഷ് സാറ് എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ ഇവിടെ എന്ന് പറഞ്ഞത് ആന്ധ്രാപ്രദേശിൽ വരെ ആഞ്ഞടിച്ചു. പക്ഷേ കന്നഡക്കാർ തൂക്കിയെടുത്തുകൊണ്ട് പോയി ചെയ്ത പോലെ അതേപോലെ തെലുങ്കന്മാർ ചെയ്തില്ല. അവന്മാർ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. ചെറിയ അപ്പം ഈ തെലുങ്ക് ഇന്ദുചൂടൻ്റെ പേരാണ് മോഹൻ ബാബു സാർ. അവിടെ തെലുങ്കിലൊക്കെ എല്ലാവർക്കും ഓരോ ടൈറ്റിൽ കൊടുക്കുമല്ലോ. അതേപോലെ മോഹൻ ബാബു സാറിൻ്റെ ടൈറ്റിലാണ് എന്ത് കളക്ട് ചെയ്തിട്ടാണ് ഇങ്ങേർക്ക് ഈ പേര് കിട്ടിയത് എന്നുള്ള സംശയം നിങ്ങൾക്ക് ഈ വീഡിയോ തീരുമ്പോൾ ഉണ്ടാവില്ല. അതിന് ഞാൻ ഉറപ്പ്. അല്ല, ഈ ടിവിയിലെ പരസ്യത്തില് മോഹൻലാലിന്റെ കുറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? അല്ലേലും ലാലേട്ടൻ കുറെ പടങ്ങൾ ചെയ്യുന്നതിന്റെ ഉറപ്പിലാണല്ലോ അവന്മാരൊക്കെ. പിന്നെ ഇങ്ങേരുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്താണ് ഇങ്ങേരുടെ മകള് മോൺസ്റ്റർ എന്ന് പറഞ്ഞ പടത്തിൽ വന്നത്. അത് എന്തായെന്ന് അറിയാമല്ലോ. പ്ലീസ് കം വിത്ത് മീ. ഒരു കൈ സഹായം അത്രേ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങേർക്കൊരു മകൻ കൂടിയുണ്ട്. എന്തായാലും ചേച്ചി ചെയ്ത തെറ്റിനെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങേരെ ഒരു പരിപാടി കാണിക്കും. വിൽ സ്മിത്തിനെ വെച്ച് ഇംഗ്ലീഷിൽ പടം എടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് എല്ലാ പഞ്ചായത്തിൽ നിന്നും ഓരോ നക്ഷത്രത്തിനെ വാരിയിട്ട് അങ്ങേര് പണി തീർത്തൊരു മഹാശില്പമുണ്ട്. അതിനകത്ത് നമ്മുടെ ലാലേട്ടനും ഒരു ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ടൈം കുറവാണെങ്കിൽ എന്താ, നല്ല ഒന്നാം തരം മേക്കപ്പും ഗെറ്റപ്പും ഒക്കെ അല്ലേ. ഈ പടത്തിന്റെ ഹാർഡ് ഡിസ്ക് ഇപ്പം കാണാനില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. ఆద్యం తంద, പിന്നെ മോള്, പിന്നെ മോൻ. అదే మాట మోహన్ లాల్ గారు అన్నారు. ఆయనకు చూపించిన తర్వాత ఆయన అనింది, മോനെ ബ്രേവ് ഹാർട്ട് ലാ ఉంది అని. ഇവർക്കാർക്ക് ലാലേട്ടൻ തുടരുന്നതിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങൾ തുടരരുത് എന്നുള്ള ആശയത്തിൽ മോനും മോളും കൂടെ വയസ്സാം കാലത്ത് എഴുന്നേറ്റടക്കാൻ പറ്റാത്ത തന്തയെ വെച്ച് ഓർക്കസ്ട്രേറ്റ് ചെയ്ത സിംഫണിയാണ് നമ്മുടെ ഈ പടം. പിന്നെ ഇത് കുറച്ച് രാജ്യസ്നേഹം കൂടുതലുള്ള പടമായിട്ട് ഞാൻ ആ ഒരു ബഹുമാനം കൊടുത്തായിരിക്കും ഈ പടത്തിനെ പറ്റി സംസാരിക്കുക. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? വരുന്നു ആര്? ஆந்திரால வந்து அவங்கள கலெக்ஷன் கிங் அப்படின்னு சொல்லுவாங்க. അപ്പോൾ പടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കളക്ഷൻ കിങ് സാറിൻ്റെ വോയിസ് ഓവറിൽ ചില കാര്യങ്ങൾ അറിയും. അതായത് കളക്ഷൻ കിങ് സാർ പറയുകയാണ് അദ്ദേഹം എന്നും വ്യത്യസ്ത സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതെ. അപ്പോൾ ഈ വ്യത്യസ്തതയുടെ പീക്കിൽ അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് മറ്റൊരു വ്യത്യസ്തത ചെയ്യുന്നു. അതായത് ഈ സിനിമയിൽ ത്രൂ ഔട്ട് അദ്ദേഹം മാത്രമേ അഭിനയിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരെ ആരെയും സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല. ഇത് കേട്ടപ്പോൾ എൻ്റെ കാറ്റ് പോകാറായി. കാരണം കൂട്ടത്തിൽ നിന്നാലേ താങ്കാതെ ഇതിലെ തനിയാ വന്ന് എന്നത്തെ കിഴിക്ക പോകുന്നു ഒരേ ഭയം. അപ്പം താണ്ട സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു അദ്ദേഹത്തെയും കുറേ TV റിപ്പോർട്ടേഴ്സിനെയും കാണാൻ സാധിക്കുമെന്ന്. TV റിപ്പോർട്ടേഴ്സ് ഓക്കെ, ആരുടെയെങ്കിലുമൊക്കെ മുഖം കാണാമല്ലോ. അപ്പം താണ്ട വീണ്ടും എഴുതി കാണിക്കുന്നു ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ അവരവരുടെ അവസാനത്തെ സീനിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ സാധാരണ സിംഗിളായിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാറ്? അതായത് നായകൻ്റെ മുഖത്ത് മാത്രം ക്യാമറ വെച്ച് ഫോക്കസ് ചെയ്യും. പക്ഷേ അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയല്ല, അതിലൊരു വ്യത്യസ്തതയില്ല. അപ്പോൾ കളക്ഷൻ കിങ് സാറ് വ്യത്യസ്തത ചെയ്യാനായിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൽ എല്ലാവരെയും കൊണ്ടു നിർത്തും. എന്നിട്ട് ഈ ചവലോക്യം ചെയ്യാനായിട്ട് ഒരുമാതിരി ജാപ്പനീസ് തുണ്ടുപടത്തിലൊക്കെ വരുന്ന പോലെ വരുന്നവനെയും പോകുന്നവനെയും ഒക്കെ അങ്ങ് ബ്ലറടിച്ച് വിടും. ബ്ലറടിച്ച് ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ഒരു ഫ്രെയിം മുഴുവൻ ബ്ലറ്. ഇനി ബ്ലറില്ലാത്ത സ്ഥലത്താണെങ്കിൽ ആൾക്കാരെ കൊണ്ട് മാസ്ക് വെപ്പിക്കുക, അല്ലെങ്കിൽ നെഞ്ചത്ത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരുമാതിരി മെർക്കുറിയുടെ പക്കത്ത് നിന്ന് ഷൂട്ട് ചെയ്ത പോലെ ഹൈഡ്രജൻ ലൈറ്റ് അടിച്ച് അണ്ണാക്കിലോട്ട് കയറ്റുക. അങ്ങനെ കുറേ നോളൻ ലെവൽ എൻഡവേഴ്സ്. പക്ഷേ ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ പടം ത്രൂ ഔട്ട് ഡ്യൂപ്പുകളെ വെച്ച് അഭിനയിപ്പിച്ചിട്ട് അവസാനത്തെ ഷോട്ടിൽ മാത്രമാണ് സ്റ്റാറുകൾ വന്ന് അഭിനയിച്ചിരിക്കുന്നത്. അല്ലാതെ വെറും എന്താ പടത്തിലെല്ലാം നടിക്കുക. അപ്പോൾ പടം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കളക്ഷൻ കിങ് സാറിൻ്റെ വോയിസിൽ കുറേ വോയിസ് ഓവേഴ്സ് കേട്ടല്ലോ. ഇനി കളക്ഷൻ കിങ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെഗാസ്റ്റാർ ചിരു സാറിൻ്റെ ഒരു വോയിസ് ഓവർ. അതായത് നമ്മുടെ നായകൻ കണക്കിന് പോലും മനസ്സിലാവാത്ത പൈതഗോറസ് തിയറമാണ്. ഉലകത്തിന് പോലും മനസ്സിലാവാത്ത ബർമൂഡ ട്രയാങ്കിളാണ്. ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ പോലത്തെ ഒരു മനുഷ്യനാണ് നമ്മുടെ നായകൻ. എന്ത് തേഞ്ഞ എലവേഷനാണോ! വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. എന്തായാലും ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിലേക്ക് ആ ദൈവിക രൂപം പ്രത്യക്ഷപ്പെടും. മഞ്ഞപ്പൊടിയിൽ കുമ്മി അടിച്ച പോലെ ഷർട്ടും മുണ്ടും വിത്ത് ലൈറ്റ് കത്തുന്ന മാല, ചെറിയ മണി കൊണ്ടുള്ള അടിയൊക്കെ നമ്മൾ ക്രൈസിസ് സാറിൻ്റെ പടത്തിൽ കണ്ടല്ലോ. ഇത് കളക്ഷൻ കിങ്ങിടാ, കൊണ്ടുപോണ ആനയുടെ വലിപ്പത്തിലുള്ള മണി. എന്തായാലും കളക്ഷൻ കിങ്ങിൻ്റെ മണിയടി കടവുളിന് ബോധിച്ചു. അപ്പോൾ ഇനി കുറച്ച് ഭക്തിസാന്ദ്രമായ പാട്ടാവാം. സ്വന്തം തന്തയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് മക്കൾ കാശൊന്നും നോക്കിയില്ല. VFX ലാവിഷായിട്ടല്ലേ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ടൈം ട്രാവലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. രാമൻ്റെ ഒക്കെ തൊട്ടിലൊക്കെ ചെന്ന് നാട്ടിൽ കൊടുക്കുന്നുണ്ട്. രാമൻ്റെ വില്ല വാണ്ടയാണ്. എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത് എല്ലാവരും വരണം. ഇങ്ങേരുടെ ഈ പ്യാത്തിൽ സഹിക്കാൻ വയ്യാതെ കടവുള് കുഴിബോംബ് വരെ ഇട്ട് നോക്കി, പക്ഷെ നോ രക്ഷ. എന്നാൽ ഈ പാട്ടിന് എത്ര ചെലവായി കാണും? 1,80,00,000. അത് കേട്ടിട്ട് അവര് തന്നെ നിന്ന് ചിരിക്കുന്നു. എന്താണ് ഇതൊക്കെ? എന്താണാവോ? അങ്ങനെ ഈ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് കടവുളിനെ വെല്ലുവിളിച്ച് കളക്ഷൻ കിങ് തെക്കോട്ട് വെച്ച് പിടിച്ചു. എന്തുകൊണ്ട്? മിഷന് പോവുകയാണെന്ന്. ഇതിന്റെ തൊട്ട് പുറകെ തന്നെ മിനറൽസ് മിനിസ്റ്റർ മിസ്സിംഗ് ആവും. അപ്പോൾ സെൻട്രൽ മിനിസ്റ്ററൊക്കെ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ കേസ് അന്വേഷിക്കാൻ ഏതെങ്കിലും സെൻട്രൽ ഏജൻസി വരണമല്ലോ. അങ്ങനെയാണ് ഈ സിനിമയിലെ വെള്ളരിക്ക പട്ടണത്തിലെ NIA വരുന്നത്. ഹീൽസ് ഇട്ടുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്ന ഫീൽഡ് ഓഫീസറും കൊറോണയാണെന്ന് പറഞ്ഞ് മാസ്കും കിട്ടിയിട്ടുകൊണ്ട് നടക്കുന്ന അസിസ്റ്റന്റും ഒക്കെ പോട്ടെ. ഏത് ഇടുക്കിലെ ഓഫീസിലാണ് ലൈബ്രറിയുടെ നിനക്ക് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നത്? അതും നിങ്ങൾ ലെനോവയുടെ മോണിറ്ററിൽ കൈവച്ച് കഴിഞ്ഞാൽ സാംസങ്ങിന്റെ മോണിറ്ററിൽ നിങ്ങളുടെ ജാതകം തെളിഞ്ഞ് വരും അത്രേ. അപ്പോൾ ഇവരിവിടെ ഹാജർ വെച്ചിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ മിനിസ്റ്ററിനെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തേക്കാണ്. അപ്പോഴാണ് ട്വിസ്റ്റ്. നമ്മുടെ കളക്ഷൻ കിങ് NIAയുടെ കോട്ട് വിട്ടുകൊണ്ട് വരുന്നു. പക്ഷേ ഇങ്ങേര് ശരിക്കും NIAയുടെ ഓഫീസറൊന്നുമല്ല, അങ്ങേര് വെറും ഡ്രൈവറാണ്. അപ്പോൾ അങ്ങേർക്ക് ആ കോട്ട് എവിടെ നിന്ന് കിട്ടി? അതിന്റെ ഉത്തരം ഈ സീനിൽ തന്നെയുണ്ട്. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ ഇനി ഈ ടീം മിനിസ്റ്ററിനെ എങ്ങനെയാണ് തട്ടിക്കൊണ്ടു പോയെന്ന് കണ്ടുപിടിക്കും. അതായത് വായനശാലയുടെ നടുക്ക് പഞ്ചിങ് TV വയ്ക്കുന്ന NIA ഉള്ള നാട്ടിൽ ഒരു സെൻട്രൽ മിനിസ്റ്റർ സർക്കാർ കാറൊക്കെ പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് അതിന്റെ ഒരു രീതി. അപ്പോൾ നമ്മുടെ മിനിസ്റ്ററിനെ പിടിക്കാനായിട്ട് നമ്മുടെ കളക്ഷൻ കിങ് ഒരു പത്മവ്യൂഹം പ്ലാൻ ഇടും. അതായത് മിനിസ്റ്റർ പാതിരാത്രിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ബോർഡ് കാണും. മോനെ പോണ വഴി സീനാണ്, ഡാമിന്റെ മോളിൽ കൂടെ പോടാ എന്ന്. അനുസരണയുള്ളൊരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം നേരെ ഡാമിന്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കും. അപ്പം നമ്മുടെ കളക്ഷൻ കിങ് അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്ലാനിന് പത്മവ്യൂഹം എന്ന് പേരിടാൻ കാരണം ഈ ഡാമിലോട്ട് കയറാനേ പറ്റും. അതായത് ഇതിന് എൻട്രി മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മിനിസ്റ്റർ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ കളക്ഷൻ കിങ് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് വണ്ടിക്ക് അള്ള വെച്ച് മിനിസ്റ്ററിനെ പൊക്കും. അല്ല, ഈ പൊക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കളക്ഷൻ കിങ്ങിന്റെ വണ്ടി എങ്ങനെ എടുത്തുകൊണ്ട് പോയി കാണും? കാരണം അപ്പുറത്ത് ഈ വണ്ടി ക്രോസ് കിടക്കില്ലേ. ഇങ്ങനെ പിണഞ്ഞ് കയറി കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ കളക്ഷൻ കിങ് പക്ഷേ പൊക്കിക്കൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ക്ലൂ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അതായത് നല്ല 1-ാം HP ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ പ്രിന്റ് ചെയ്ത നല്ല ഉത്സവ നോട്ടീസ് പോലത്തെ ഒരു ഫോട്ടോ വിത്ത് നമ്പർ. അപ്പോൾ ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി നമ്മുടെ NIA ഓഫീസേഴ്സ് അവരുടെ സ്ക്രീനിലിട്ട് നോക്കും. അവിടുത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഭയങ്കര രസമാണ്. ഗാംബ്ലിംഗ് കസിനോയിലൊക്കെ കാണുന്ന പോലത്തെ ചക്രത്തിൽ നിന്ന് ഒരു നീല വിളിച്ച് അത് മാനത്തോട്ടടിച്ചാൽ പടിഞ്ഞാറ്റ് പ്രൊജക്ഷൻ വരും. അത് അവിടെ നടക്കുമ്പോൾ ആഞ്ഞിലി മേശയിൽ ആറഞ്ച് വലിപ്പത്തിൽ പച്ച കീബോർഡും മോന്തയുടെ മുന്നിൽ മോളിക്കുലർ ഫോർമുലയുടെ പ്രൊജക്ഷനും വരും. കാശ് ചിലവാക്കി ഇതൊക്കെ സ്ക്രീനിൽ കാണാനുണ്ട്, കുറ്റം പറഞ്ഞുകൂടാ. 1,80,00,000. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മിനിസ്റ്ററിനെ പൂട്ടിയിട്ടിരിക്കുന്ന കണ്ടെയ്നറിലേക്കാണ്. പട്ടിത്തൊടലിട്ട് കെട്ടിയിട്ടിട്ട് പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ആരാണ് കളക്ഷൻ കിങ് എന്ന് ചോദിച്ച് മിനിസ്റ്റർ കിടന്ന് കുരയ്ക്കും. അപ്പോൾ നമ്മുടെ കളക്ഷൻ കിങ് പറയും, ഞാൻ ഇരുട്ടിലുള്ള വെളിച്ചമാണ്, വെളിച്ചത്തിലുള്ള ഇരുട്ടാണ്. കാര്യം ചോദിക്കുമ്പോ രാഷ്ട്രമീമാംസ പറയുന്നോടാ പന്ന കൊരകന്റെ മോനെ. അപ്പോൾ ഒരു മിനിസ്റ്റർ കിഡ്നാപ്പ് ആയ കേസായിട്ട് അന്വേഷണമൊക്കെ കുറച്ചുകൂടെ സ്പീഡാക്കണമെന്ന് പറഞ്ഞ് വേറൊരു മിനിസ്റ്റർ വന്ന് ഈ NIA ഓഫീസിനൊക്കെ കൂടെ ചീത്ത പറയും. ആ സീനിൽ ഇത് തന്നെ പരിപാടി. എല്ലാവരും കൊണ്ട് നിർത്തി വെച്ചിട്ട് എല്ലാവരുടെ മുഖം ബ്ലർ. ഈ ഫ്രെയിം ഇതേപോലെ എടുത്ത് കിട്ടിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പേരിട്ട് വിറ്റ് നോക്കിയാലും ഒരു പട്ടിക്കും മനസ്സിലാവില്ല. അങ്ങനെ ഈ NIA ഓഫീസിനൊക്കെ തെറി പറഞ്ഞിട്ട് മിനിസ്റ്റർ പുറത്തോട്ടിറങ്ങി നടക്കുമ്പോൾ കാണാം നമ്മുടെ കളക്ഷൻ കിങ് വണ്ടി തേച്ചുകൊണ്ടിരിക്കുന്നു. കളക്ഷൻ കിങ്ങിനെ കണ്ടത് മിനിസ്റ്റർ വന്നിട്ട് തലവരെ നീങ്ങളാണ്. അപ്പോൾ നമ്മുടെ കളക്ഷൻ കിങ് ഒരുമാതിരി ഗജനിയിൽ സൂര്യ കാണിക്കുന്ന പോലെ കൈയൊക്കെ കൂപ്പി കാണിച്ച് അങ്ങനെ പറഞ്ഞു വിടും. ഇത് കണ്ടത് നമ്മുടെ മാസ്ക് അസിസ്റ്റന്റ് വന്ന് കളക്ഷൻ കിങ്ങിനോട് ചോദിക്കും മിനിസ്റ്ററിനെ എങ്ങനെയാ പരിചയം. അതിന് ആ മഹാമനുഷ്യൻ നിന്ന നിപ്പിന് ഒരുമാതിരി ചങ്ങല കിട്ട ഹൈഡ്രജൻ ബലൂൺ പോലെ ഒരു വളർച്ച. മേപ്പോട്ട് പോകുന്നതനുസരിച്ച് പശ്ചാത്തലത്തിൽ 4 കുതിരയും ഒരു താമരയും വിത്ത് തങ്കത്തിൽ പണിഞ്ഞ പേടകവും അക്കം പക്കത്ത് ശുക്രനും ശനിയെന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്ക് സാധനമുണ്ട്. ചോദ്യം ചോദിച്ചവൻ ജനിച്ചു പോയതിന് സ്വയം ശപിക്കുന്ന അവസ്ഥ. അങ്ങനെ ഉപദേശമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓൾ ദ ബെസ്റ്റ് ആ പൊക്കത്തിൽ തന്നെ തെക്കോട്ട് നടക്കും. നല്ല മനുഷ്യൻ, ഗാന്ധിയെ വടിയില്ലാതെ അടിച്ച്. നിങ്ങൾ എന്തായി പറയുന്നേ? അപ്പോൾ നമ്മുടെ കളക്ഷൻ കിങ് അടുത്ത കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഡോക്ടറെയാണ്. നേരത്തെ അണക്കെട്ട് പ്ലാൻ പോലത്തെ ഒരു വെറൈറ്റി ഐഡിയ ഉണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ ഒരു രാസലീല കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴത്തേക്കും കളക്ഷൻ എടുക്കാനായിട്ട് കിങ് റൂമിലോട്ട് വരും. എന്നിട്ട് ഒരുമാതിരി ലൈറ്റ് കത്തുന്ന ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഒരു കുപ്പിയിൽ നിന്ന് പുക വിട്ടിട്ട് തോഴിയെ വീഴ്ത്തും. ഇത് കണ്ട് ഞെട്ടിയ ഡോക്ടർ ചോദിക്കും ആരാണ്. അതിന് നമ്മുടെ കളക്ഷൻ കിങ് പറയാണ്, ഹോസ്പിറ്റലിലാണേ പേഷ്യന്റ്, കാറിലാണേൽ ഡ്രൈവർ, ബെഡ്റൂമിലാണേൽ ബോയ് ഫ്രണ്ട്, കിഡ്നാപ്പ് ചെയ്ത കിഡ്നാപ്പർ. അയ്യോ. എന്തായാലും കളക്ഷൻ കിങ് പറയും എൻ്റെ കൂടെ പോരെന്ന്. ഡോക്ടർ അമ്മച്ചി ഇത് കേട്ട ഉടനെ തന്നെ ഞെട്ടിത്തെരിച്ചിട്ട് മാസ്ക് എടുത്തങ്ങ് വെക്കും. ഓ നോ, കളക്ഷൻ കിങ് ഇനി എങ്ങനെ ബോധം കെടുത്തും? ഡോക്ടർ ആയതുകൊണ്ട് ചേച്ചി മാസ്ക് എടുത്ത് വയ്ക്കുന്നു. കളക്ഷൻ കിങ്ങിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് കളക്ഷൻ കിങ് നേരത്തെ റൂമിൽ വന്ന് ആ മാസ്കിൽ ബോധം കെടുത്തുന്ന സ്പ്രേ അടിച്ച് വെച്ചിട്ടാണ് പോയത്. സാർ യു ആർ റിയലി ജീനിയസ്. അല്ല കളക്ഷൻ കിങ് സാർ, ഈ ഫോർമുല വേറെ ആരെങ്കിലും കോപ്പി അടിച്ചാലോ? നെവർ. ഇതെന്റെ തലച്ചോറിന്റെ മാത്രം സന്തതിയാണ്. അത് ഞാൻ എവിടെ എഴുതിയിട്ടുമില്ല. അതുകൊണ്ട് മറ്റാരും ഉണ്ടാക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല.
അവിടെ ഒരു ഫോട്ടോ ഇടും. അപ്പോൾ 2 കിഡ്നാപ്പായിട്ട് ഒരു തുമ്പുണ്ടാക്കാൻ പോലും കഴിയാത്തതും കിഡ്നാപ്പറിനെ പിടിക്കാൻ കഴിയാത്തതും പോലീസിന്റെ കഴിവുകേടാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പത്രത്തിൽ മാത്രമല്ല TV-യിലും വരും. അപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഓഫീസർ ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് അവർ നേരെ ചാനൽ മാറ്റുമ്പോഴത്തേക്കും വേറൊരു ചാനൽ നമ്മുടെ കാർത്തിയുടെ കൈതി. അപ്പം തന്നെ ഓഫീസറിന് മനസ്സിലായി, അതായത് ആ ഫോട്ടോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ജയിലിൽ കൈദികൾക്ക് കൊടുക്കുന്ന നമ്പറാണെന്ന്. അങ്ങനെ അപ്പം തന്നെ ഈ ഓഫീസർ ചേച്ചി ആ നമ്പറിലുള്ള കൈദികൾ താമസിക്കുന്ന ജയിലിൽ ഏതെങ്കിലും പ്രിന്റിംഗ് പ്രസ് നടത്തിയിരുന്ന ആൾക്കാർ ജയിൽ പുള്ളികളായിട്ട് ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കാൻ പറയും. അതായത് എല്ലാ സീനിലും ഇയാൾ ഈ പ്രിന്റ് വിട്ടിട്ട് പോയല്ലോ, അപ്പം പിന്നെ എന്തായാലും അയാൾ പ്രസ് ഓണർ തന്നെ. അങ്ങനെ നേരെ ജയിലിൽ അന്വേഷിക്കുമ്പോൾ അതേ നമ്മുടെ കളക്ഷൻ കിങ് ജയിലിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെ കളക്ഷൻ കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ജയിലിൽ നിന്ന് എടുപ്പിക്കും. ഇതേ സമയത്ത് നമ്മുടെ കളക്ഷൻ കിങ് അടുത്ത കിഡ്നാപ്പിന് റെഡി ആകുമായിരുന്നു. അത് വേറൊരു വെറൈറ്റി ഐഡിയ. അതായത് പുത്രലബ്ധിക്ക് വേണ്ടി വേറെ ഒരു മിനിസ്റ്റർ നടത്തുന്ന ഒരു പൂജയിൽ ചെന്നിട്ട് കൊച്ചിനെയൊക്കെ അതാ ഇപ്പം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് കുമ്മായപ്പൊടി ഊതി ദേവലോകം ഉണ്ടാക്കിയിട്ട് മിനിസ്റ്ററിനെ പൊക്കിക്കൊണ്ട് അങ്ങ് പോകും. പക്ഷെ അവിടെ അങ്ങേര് നോട്ടീസ് ഇടും. അപ്പോൾ ഈ ടൈം ആയപ്പോഴേക്കും ഓഫീസർ കിങ്ങിനെ നേരിട്ട് വിളിക്കും. അപ്പോൾ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കിങ് ഒരു വെറൈറ്റി ഐഡിയ കാണിക്കും. അതായത് സാധാരണ സിനിമകളിലൊക്കെ ഈ ഫോൺ എടുത്ത് കളയുക, അല്ലെങ്കിൽ സിം എടുത്ത് ഓടിച്ച് കളയുക, ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അലക്സ പോലും ഉപയോഗിക്കുന്ന ടെക് സാവിയായ നമ്മുടെ കളക്ഷൻ കിങ് ചെയ്യുന്നത് ഫോൺ വെച്ചിട്ട് ഫോണിൻ്റെ സിമ്മും കൂടെ ഊരി കളയുക. അമ്മാവ് അത് സ്പെയർ മേടിക്കാൻ കിട്ടുന്നൊരു സാധനം അല്ല. എന്തായാലും ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കളക്ഷൻ കിങ് അങ്ങനെ ഫ്ലാഷ് ബാക്ക് പറയും. അതായത് ഫ്ലാഷ് ബാക്കിൽ അമ്മിയിൽ ഉമിക്കരി അരയ്ക്കുന്ന ലാഘവത്തോടെ ഉത്സവ നോട്ടീസ് അടിച്ചുകൊണ്ടിരുന്ന ഒരു പാവമായിരുന്നു നമ്മുടെ കിങ്. അദ്ദേഹത്തിന് ഒരു മകളും ഒരു ഭാര്യയുണ്ട്. മകളാണ് ഈ കണക്കിൽ ഭയങ്കര ബ്രില്യൻ്റ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ കിങ് കുളിച്ചിട്ട് കയറി വരുമ്പോഴത്തേക്കും രാമാനുജൻ്റെയും ശകുന്തളാദേവിയുടെയും കൂടെ കിങ്ങിൻ്റെ ഫോട്ടോ. പടമായവരുടെ ഇടയ്ക്ക് ചാക്കാലയ്ക്ക് നോട്ടീസ് അടിച്ച പോലുള്ള അങ്ങേരുടെ ഫോട്ടോ എന്തിനാ വെച്ചതെന്ന് ചോദിച്ചതിന് അവരൊക്കെ എൻ്റെ ഹീറോസ് ആണ് അച്ഛാ എന്നാണ് ഈ ഡാഡീസ് ഗേൾ മറുപടി പറഞ്ഞത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിങ്ങിൻ്റെ മോക്ക് ഓക്സ്ഫോർഡിലോട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് വണ്ടി കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരു മിനിസ്റ്റർ വിളിച്ചിട്ട് പറയും അങ്ങേറെ ഇലക്ഷൻ്റെ പോസ്റ്റർ അടിച്ചിട്ട് പൊക്കോളാൻ. അപ്പോൾ മിനിസ്റ്റർ ആയതുകൊണ്ട് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. പോകാൻ നിൽക്കുന്ന തിരക്കിൽ അങ്ങേരെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങേരെ അസിസ്റ്റൻസിന് കൊടുത്തിട്ട് പറയും ഇത് കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്ത് എല്ലാ ചവിറ്റാലും ഒട്ടിച്ചേക്കണമെന്ന്. മോക്ക് അഡ്മിഷനൊക്കെ എടുത്തിട്ട് കിങ് തിരിച്ച് നാട്ടിലോട്ട് വന്നപ്പോൾ താണ് എല്ലാ ചവിറ്റാലും അങ്ങേറെ പടം. നല്ല ബെസ്റ്റ് അസിസ്റ്റൻസ്. എന്തായാലും ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ചുകൊണ്ട് പാർട്ടി മറ്റേ മിനിസ്റ്ററൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ കളക്ഷൻ കിങ്ങിനെ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. ഇതിൽ കോപം പൂണ്ട മിനിസ്റ്റർ നമ്മുടെ കളക്ഷൻ കിങ്ങിൻ്റെ വീടിന് തീയിടും. അതിൽ അങ്ങേറെ ഭാര്യയും മോളും ഡിമ്മ്. ഇത് എലക്ഷൻ ജയിക്കാനായിട്ട് കളക്ഷൻ കിങ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് കോടതി അങ്ങേരെ ശിക്ഷിക്കും. അങ്ങനെ കോടതി കൊടുത്ത ശിക്ഷയും വെച്ച് ജയിലിലായ കളക്ഷൻ കിങ് ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി പ്രതികാരം ചെയ്തിട്ട് തിരിച്ചു കയറി പോകും. അത് നല്ല കുറച്ച് വ്യത്യസ്തമായ പ്രതികാരങ്ങളാണ്. അതായത് ഇപ്പോൾ ഡോക്ടറെ കൊല്ലാനാണെങ്കിൽ ഡോക്ടറിൻ്റെ കോട്ടിട്ടുകൊണ്ട് പോകും, പോലീസിനെ കൊല്ലാനാണെങ്കിൽ പോലീസിൻ്റെ കോട്ടിട്ടുകൊണ്ട് പോകും. അപ്പോൾ ഈ ഫ്ലാഷ് ബാക്ക് മുഴുവൻ പറയുന്ന പോലീസുകാരൻ പറയുന്നത് നമ്മുടെ കളക്ഷൻ കിങ് ആളൊരു നല്ലവനാണെന്ന്. കാരണം ജയിലിൽ ചാടാൻ അവസരം ഉണ്ടായിട്ടും നമ്മുടെ കളക്ഷൻ കിങ് അത് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി മറ്റേ കോടാലി തലകീഴായിട്ട് കെട്ടിത്തൂക്കി ആട്ടിക്കളിച്ചതിന് എന്താണ് പേര്? അപ്പോൾ നമ്മുടെ കളക്ഷൻ കിങ് അങ്ങേറെ ഫ്ലാഷ് ബാക്കിലെ വില്ലന്മാരെയൊക്കെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങേര് ഇപ്പോൾ ആരെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങേരെ പോലെ വേറെ ജയിലിലുണ്ടായിരുന്ന നിരപരാധികളായ ആൾക്കാരുടെ കഥകളിലെ വില്ലന്മാരെയാണ്. പിന്നെ നമ്മുടെ കളക്ഷൻ കിങ്ങിന് അങ്ങനെയൊന്നുമില്ല. ആര് ചത്താലും കൊന്നാലും അങ്ങേർക്ക് ഇങ്ങനെ നോട്ടീസ് അടിച്ചുകൊണ്ടേയിരിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ നമ്മുടെ കിങ്ങിനെ പിടിക്കാനായിട്ട് ഓഫീസറും കൂട്ടാളികളും കൂടെ വരും. അങ്ങനെ മുതലേ ഒന്ന് കാണാനും പറ്റി. അവിടെ വെച്ച് നമ്മുടെ കിങ് അദ്ദേഹത്തിന് ദീർഘകാലത്ത് ആഗ്രഹം പറയാം. അതായത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയൊന്നും പോരാ, അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ജയിൽ തുടങ്ങണം. അതായത് പുറത്തൊക്കെ പ്രൈവറ്റ് ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ശിക്ഷിക്കുന്ന ആൾക്കാരെ സർക്കാരിൻ്റെ കോൺട്രാക്റ്റിൽ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മുടെ കളക്ഷൻ കിങ്ങിൻ്റെ ഐഡിയ അതല്ല. അതായത് കളക്ഷൻ കിങ് തന്നെ കേസ് അന്വേഷിച്ച് കളക്ഷൻ കിങ് തന്നെ പ്രതികളെ പിടിച്ചിട്ട് കളക്ഷൻ കിങ് തന്നെ വാർഡനായിട്ടിരിക്കുന്ന ഒരു ജയിൽ. അപ്പോൾ ഇതൊന്നും നടപടിയാവില്ലെന്ന് ഓഫീസർ പറയുമ്പോഴത്തേക്ക് അനങ്ങിയ ബോംബ് പൊട്ടിക്കുമെന്നും പറഞ്ഞ് കളക്ഷൻ കിങ് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അവർ അനങ്ങാതെ നിൽക്കും. ആൻഡ് ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോംബ് പൊട്ടിയതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇവരെല്ലാവരും കൂടെ ഇടും. എന്തൊരു നാച്ചുറൽ ആക്ടിങ്. ആൻഡ് ഇവരുടെ ടീം നമ്മൾ ഇതുവരെ കണ്ട ഗുണവതയ്യാരങ്ങളൊന്നുമല്ല. നല്ല ഒന്നാന്തര NSG കമാൻഡോസ് ആണ് ഇവർക്കുള്ളത്. കാരണം പടക്കം പൊട്ടിയ ശബ്ദം കേട്ടപ്പോഴേ അവർ തോക്ക് വെച്ച് സറണ്ടർ ചെയ്തു. എന്തായാലും താൻ പറഞ്ഞൊന്നും നടക്കില്ലെന്ന് മനസ്സിലായ കിങ് പതാക കളറിൽ പുക വിട്ടിട്ട് എസ്കേപ്പ് ആകും. കഴിഞ്ഞു, പടം കഴിഞ്ഞു. അല്ല ഒരു കാര്യം കൊണ്ടുണ്ട്. മിഷൻ കണ്ടിന്യൂസ്.